ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോഴത്തെ പ്രവർത്തകർക്ക് SFIയുടെ ചരിത്രം അറിയില്ലെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് മറുപടി. പ്രവർത്തകരെ കൃത്യമായി ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. വലതുപക്ഷ അജണ്ടയ്ക്ക് നേതാക്കൾ തലവെച്ച് കൊടുക്കരുതെന്ന് PM ആർഷോ പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ്. ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിന് ഈ ആളുകൾ വിധേയപ്പെട്ടു പോകാൻ വേണ്ടി പാടില്ല. വസ്തുത മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ ആളുകൾ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വിമർശനം SFI ഈ കാലഘട്ടത്തിലെ SFIക്ക് ചരിത്രം അറിയില്ല, SFI ചരിത്രം പഠിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. ഈ തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത്. ക്യാമ്പസുകളിൽ സംഘർഷമുണ്ടാക്കാൻ KSU ബോധപൂർവം ശ്രമിക്കുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോ കുറ്റപ്പെടുത്തി. പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടെയാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. കാര്യവട്ടം ക്യാമ്പസിൽ ഉണ്ടായത് വിദ്യാർത്ഥികളുടെ പ്രതിരോധമാണ്. കോഴിക്കോട് കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ CCTV ദൃശ്യങ്ങൾ മുഴുവനായും പുറത്തുവിടാൻ മാനേജ്മെന്റ് തയ്യാറാകണമെന്നും ആർഷോ ആവശ്യപ്പെട്ടു. ഈ അക്കാദമിക് വർഷം ആരംഭിച്ച ഘട്ടം മുതൽ ബോധപൂർവം ക്യാമ്പസുകൾക്കകത്ത് സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി അദ്ദേഹത്തിന്റെ ആഹ്വാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് KSU ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിപുലമായി ക്യാമ്പസുകൾക്കകത്ത് SFI പ്രവർത്തകരെ ആക്രമിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും ക്യാമ്പസുകൾക്കകത്ത് അക്രമാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമം. MG പ്രതീഷ് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഇത് ആർഷോയുടെ വാർത്താ സമ്മേളനത്തിൽ SFIയെ വിമർശിച്ചവർക്കൊക്കെ മറുപടി പറയുന്നുണ്ട്. അതിൽ ബിനോയ് വിശ്വത്തിനുള്ള മറുപടിയുമുണ്ട്, AISFനുള്ള മറുപടിയുമുണ്ട്. കേരള സർവകലാശാല തെരഞ്ഞെടുപ്പിൽ സർവകലാശാല അല്ലെങ്കിൽ SFIയോട് ചേർന്ന് മത്സരിക്കാതെ AISF ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറുണ്ടോ എന്നത് ഏതാണ്ട് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലാണ് ആർഷോ ചോദിക്കുന്നത്, അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബിനോയ് വിശ്വം SFIയെ വിമർശിച്ച രംഗത്ത് വന്നത്. SFI തിരുത്തണമെന്നും ചരിത്രം പഠിക്കണമെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ ഒരു വിമർശനം, അല്ലെങ്കിൽ കൃത്യമായൊരു നിലപാട് ബിനോയ് വിശ്വം പറഞ്ഞത്. ഇന്നും ആ നിലപാട് ബിനോയ് വിശ്വം ആവർത്തിക്കുന്ന ഒരു പ്രതികരണമാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിന് മറുപടിയുമായി SFI സംസ്ഥാന സെക്രട്ടറി തന്നെ രംഗത്ത് വന്നത്. വലതുപക്ഷ അജണ്ടയ്ക്ക് നേതാക്കൾ തലവെച്ച് കൊടുക്കരുത് എന്നതാണ് PM ആർഷോ നൽകുന്ന മറുപടി. മറ്റൊന്ന്, മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന പൊതുബോധത്തിൽ വിധേയപ്പെട്ട് പോകരുതെന്നും പറയുന്നുണ്ട്. മാത്രമല്ല, ഈ വിമർശനങ്ങളെയെല്ലാം തന്നെ പോസിറ്റീവായി കാണുന്നുണ്ട്. മറ്റൊന്ന്, ഈ ചരിത്രം പഠിക്കണമെന്ന ബിനോയ് വിശ്വത്തിന്റെ മറുപടിക്ക് പ്രതികരണത്തിന് PM ആർഷോ നൽകിയ മറുപടി ചരിത്രം അറിയില്ല എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. പക്ഷേ ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുണ്ടെന്നും പ്രവർത്തകർക്ക് ചരിത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തകരെ ചരിത്രം പഠിപ്പിക്കാറുണ്ട് എന്നതുമാണ് PM ആർഷോ നൽകുന്ന മറുപടി. മറ്റൊന്ന്, നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ AISFുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ SFIയെ വിമർശിച്ച് AISFും രംഗത്ത് വന്നിരുന്നു. ഈ കലാലയത്തിൽ തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ AISFിന് കഴിയുമോ എന്നും ഇക്കാര്യത്തിൽ ഒരു ചിന്തനം നടത്തണമെന്നതുമാണ് ഈ SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്ന കാര്യം. ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഉൾപ്പെടെ നടന്ന ഈ സംഘർഷങ്ങളിൽ ഈ പ്രവർത്തകർക്ക് പൂർണ്ണ പിന്തുണ കൂടി നൽകുകയാണ്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തും. പക്ഷേ KSU പ്രവർത്തകരാണ് കലാലയങ്ങളിൽ ബോധപൂർവം സംഘർഷങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുന്നത് എന്നതാണ് SFI സംസ്ഥാന സെക്രട്ടറിയുടെ വിശദീകരണം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആശീർവാദത്തോടു കൂടിയാണ് KSU പ്രവർത്തകർ സംഘർഷം നടത്തുന്നത്. ഇതിനെതിരെ ഉണ്ടാകുന്ന ചില പ്രതിരോധങ്ങൾ മാത്രമാണ് SFI വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. മറിച്ച് എല്ലാ കുറ്റവും SFIയുടെ മേൽ കെട്ടിവെക്കുന്ന ഒരു നിലപാടാണ് പ്രതിപക്ഷവും ഒപ്പം ഒരു വിഭാഗം മാധ്യമങ്ങളും സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി PM ആർഷോ നടത്തുന്നുണ്ട്. മറ്റൊന്ന്, ഈ കൊയിലാണ്ടിയിലെ സംഭവമാണ്. പ്രിൻസിപ്പലിനെതിരെ SFI നേതാവ് ഉന്നയിച്ച വിമർശനങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് PM ആർഷോ പറയുന്നുണ്ട്. അതിൽ കൃത്യമായൊരു പരിശോധന നടത്തും. ഏതെങ്കിലും തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും PM ആർഷോ പറയുന്നുണ്ട്. പക്ഷേ അവിടെ സംഭവിച്ച മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കണമെന്നും ആ കലാലയത്തിലെ CCTV ദൃശ്യങ്ങൾ പൂർണ്ണമായും പരിശോധിക്കണമെന്നുകൂടിയാണ്
SFI സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. കാരണം ആ പ്രഥമ അധ്യാപകന്റെ ഭാഗത്തുനിന്ന്, പ്രിൻസിപ്പലിന്റെ ഭാഗത്തുനിന്ന് വിദ്യാർത്ഥിക്കെതിരെ വലിയ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട്, കയ്യേറ്റമടക്കം ഉണ്ടായിട്ടുണ്ട്. അതിന് പിന്നാലെ ഉണ്ടായ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് വിദ്യാർത്ഥിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷേ ആ പ്രതികരണം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്നും ഏതെങ്കിലും തരത്തിൽ തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്തി മുന്നോട്ട് പോകുമെന്നും ഈ വിമർശനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് SFI സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുകയാണ്. വിജയകുമാർ, കലാലയ തെരഞ്ഞെടുപ്പുകളിൽ കേരള സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പാണ് ഇനി നടക്കാൻ പോകുന്നത്. SFIയെ വിമർശിച്ച SFIയുടെ മുന്നണിയിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറുണ്ടോ എന്നാണ് PM ആഷോ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചത്. ASF നേതാക്കളുടെ പ്രതികരണം ഒരുപക്ഷേ ഈ വിഷയത്തിൽ ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലുള്ള പ്രതികരണമാണ്. അതിൽ മറുപടി ASF പറയും വൈകാതെ എന്ന് കരുതാം. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. SFIയുടേത് പ്രാകൃത രാഷ്ട്രീയമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തിന് മറുപടിയുമായി CPIഎമ്മും SFIയും വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ടയല്ലെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ പറഞ്ഞു. ഭരണാധികാരികളുടെ തണലിൽ വളർന്ന സംഘടനയല്ല SFI എന്നും തിരുത്തേണ്ടത് തിരുത്താൻ SFIക്ക് അറിയാമെന്നും AK ബാലൻ മറുപടി പറഞ്ഞു. വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ട എന്ന രൂപത്തിലാണല്ലോ ചിലരൊക്കെ കാണുന്നത്. SFIയെ സംബന്ധിച്ചിടത്തോളം തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത് തിരുത്താൻ ആ സംഘടനയ്ക്ക് കഴിവുണ്ട്. ഭരണാധികാരികളുടെ തണലിൽ വളർന്നൊരു സംഘടനയല്ലത്. ഞങ്ങളൊക്കെ വളർന്നു വന്നൊരു പ്രസ്ഥാനമാണത്. ഞങ്ങളൊക്കെ രൂപപ്പെടുത്തിയൊരു പ്രസ്ഥാനമാണ്. അതിനെ നശിപ്പിക്കാൻ ഒരാളെയും സമ്മതിക്കില്ല. അല്ല, മുന്നണിക്കകത്തുള്ള ആൾക്കാരായാലും പുറത്തുള്ള ആൾക്കാരായാലും അവർക്കൊക്കെ തന്നെ വേണ്ടിയിട്ടാണ് ഞാനീ പറയുന്നത്. ഒരു വിദ്യാർത്ഥി സംഘടനയെ പട്ടിയാക്കി പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഈ കേരളത്തിലെ പൊതുസമൂഹം അംഗീകരിക്കില്ല. അതേസമയം SFI തിരുത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെടുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. SFIയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയാണിത്. AK ബാലൻ തന്നെ വിമർശിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. SFI പുത്തൻ തലമുറയിൽ നീതിബോധത്തിൻ്റെയും നേരിൻ്റെയും പതാക പറപ്പിക്കേണ്ട പ്രസ്ഥാനമാണ് എന്ന് ബോധ്യമുള്ള സഖാവായിട്ട് ഒരു മുൻ വിദ്യാർത്ഥി പ്രവർത്തകനായിട്ട് ഞാൻ പറയുകയാണ്. SFIക്കകത്ത് ആവശ്യമായ തിരുത്തൽ വേണം. SFIയെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഉറച്ച അഭിപ്രായമാണത്. അത് SFI വിരോധമല്ല. പിന്നെ ബാല്യം ഞാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം, നല്ലവണ്ണം അറിയാം. എന്തെല്ലാം ബാലൻ എങ്ങനെയെല്ലാം പറഞ്ഞാലും അതിനകത്ത് ഞാൻ പ്രകോപിതനാവില്ല. എനിക്കിതേ പറയാനുള്ളൂ. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. അജീഷ്, ഇന്നലെ മുഖ്യമന്ത്രി നിയമസഭയിൽ SFIയെ പിന്തുണച്ചു. ആലപ്പുഴയിൽ ബിനോയ് വിശ്വം SFI തിരുത്തണം, അതില്ലെങ്കിൽ ഇടതുപക്ഷത്തിനാകെ അത് ബാധ്യതയാകുമെന്ന വലിയ മുന്നറിയിപ്പ് നൽകി. AK ബാലൻ ഇപ്പോഴിതാ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ SFIയെ പിന്തുണയ്ക്കുന്നു. അങ്ങനെ വഴിയെ പോകുന്നവർക്കൊക്കെ കൊട്ടാനുള്ള ചെണ്ടയല്ല SFI എന്ന് പറയുന്നു. തൊട്ടു പിന്നാലെ ബിനോയ് വിശ്വം തിരുത്തണമെന്ന നിലപാടിൽ പിന്നോട്ടില്ല, അത് ഉറച്ച നിലപാടാണ് എന്ന് പറയുന്നു. ഈ വിഷയത്തിൽ CPMഉം CPIയും തമ്മിലുള്ളത് ഒരു വാക്പോരാണോ, അതിനപ്പുറത്തേക്ക് മോശമാവുകയാണോ ബന്ധം? വിജയകുമാർ, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് CPIയും CPMഉം തമ്മിൽ ഒരു പോർമുന തുറന്നിരിക്കുന്ന ഒരു ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുന്നത്. അത് SFIയുടെ വിഷയത്തിൽ എന്നതാണല്ലോ ഏറ്റവും പ്രത്യേകത. കഴിഞ്ഞ ദിവസമാണ് ഈ കാര്യവട്ടത്തെയും കൊയിലാണ്ടിയിലെയും സംഭവങ്ങളുടെയൊക്കെ പ്രതിഷേധിച്ച് ഒരു വിമർശന സ്വരത്തിൽ ബിനോയ് വിശ്വം ആലപ്പുഴയിൽ മറുപടി പറഞ്ഞത്. അത് കടുത്ത ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. SFI ഒരു പ്രാകൃത സ്വഭാവമുള്ള ഒരു സംഘടനയായി മാറരുത്, അത് തിരുത്തണം, അല്ലെങ്കിൽ അത് മുന്നണിക്ക് ബാധ്യതയാവും അടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇടതുപക്ഷ ആശയം മനസ്സിലാക്കാത്തവരാണ് പുതിയ SFIക്കാരെന്നായിരുന്നു ഇന്നലെ ബിനോയ് പറഞ്ഞത്. മാത്രമല്ല, അതിനുശേഷം വൈകിട്ട് ASFന്റെ സംസ്ഥാന പ്രസിഡന്റും മുഖ്യമന്ത്രി നിയമസഭയിൽ SFIയെ ന്യായീകരിച്ച് പറഞ്ഞതിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി SFIയെ ന്യായീകരിക്കുന്നതിലൂടെ ഇരയ്ക്കൊപ്പമാണോ വേട്ടക്കാർക്കൊപ്പമാണോ എന്ന് വ്യക്തമാക്കണമെന്നായിരുന്നു ASFന്റെ വിമർശനം. ഇതിനെതിരെയാണ് ഇന്ന് AK ബാലൻ ശക്തമായ ഭാഷയിൽ മറുപടി നൽകിയത്. എല്ലാവർക്കും വന്ന് കൊട്ടിയിട്ട് പോകാൻ SFI എന്ന സംഘടന വഴിയിൽ കെട്ടിത്തൂക്കിയ ചെണ്ടയല്ല എന്നും തിരുത്തേണ്ടത് തിരുത്താൻ അറിയാവുന്ന സംഘടനയാണ് SFI എന്നും
എന്നുമായിരുന്നു AK ബാലൻ പറഞ്ഞത്. മാത്രമല്ല, മുന്നണിക്കകത്തുള്ള ആളായാലും പുറത്തുള്ളവരായാലും SFIയുടെ ചോര കുടിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു CPA സംസ്ഥാന സെക്രട്ടറി ഉദ്ദേശിച്ചുകൊണ്ട് AK ബാലൻ ഇന്ന് മറുപടി പറഞ്ഞത്. ഈ AK ബാലന്റെ ഇന്നത്തെ മറുപടിക്കും ബിനോയ് വിശ്വം മറുപടി നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് AK ബാലൻ ഉദ്ദേശിച്ചത് തന്നെ പറ്റിയായിരിക്കില്ല, പക്ഷേ SFI തിരുത്തണമെന്ന ആവശ്യത്തിൽ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുകയാണ്. AK ബാലനും താനുമായി വർഷങ്ങളുടെ ബന്ധമാണുള്ളത്. അത് SFI കാലം മുതലുള്ള ബന്ധമാണ്. അതുകൊണ്ട് AK ബാലൻ തന്നെ ഉദ്ദേശിച്ചായിരിക്കില്ല ഇത് പറഞ്ഞത്. പക്ഷേ SFIയുടെ രക്തം കുടിക്കാൻ താനും അനുവദിക്കില്ല എന്നൊരു വിമർശനമാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. പക്ഷെ അദ്ദേഹം ഇന്നലത്തെ പോലെ ശക്തമായ ഭാഷയിലല്ല പറഞ്ഞതൊന്ന് മയപ്പെടുത്തിയാണ് ഇന്നത്തെ വിമർശനം നടത്തിയിരിക്കുന്നത്. എന്തായാലും പുതിയ പോർമുനകൾ വീണ്ടും തുറക്കുകയാണ്. കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തിരുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ബിനോയ് വിശ്വം. ഇക്കാര്യത്തിൽ CPM-ന് വേണ്ടി AK ബാലൻ രൂക്ഷമായ മറുപടി നൽകുകയും ചെയ്തു. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്തു നിന്ന്. കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ യാക്കോബായ പള്ളിയിൽ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമം. ഇന്നലെ രാത്രി മുതൽ പള്ളിക്ക് മുന്നിൽ വലിയ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചത്. പള്ളി വിട്ടു നൽകില്ല എന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ. തഹസീൽദാർ വിശ്വാസികളുമായി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കം യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളി ഏറ്റെടുക്കാനുള്ള ഉത്തരവ് നടപ്പാക്കുന്നതിനെതിരെ അവിടെ തമ്പടിച്ചിട്ടുണ്ട്. എബിൻ ജോസ് തത്സമയ വിവരങ്ങൾ നൽകും. എബിൻ, ഹൈക്കോടതി ഈ പള്ളിയുടെ വിഷയത്തിലാണ് നേരത്തെ ഇടപെടുകയും എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാതിരിക്കുന്നത്? യാക്കോബായ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണോ സർക്കാരിന്റെ നീക്കമെന്നൊക്കെയുള്ള രൂക്ഷമായ ചോദ്യങ്ങൾ ഉന്നയിച്ചത്. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അനുരഞ്ജനത്തിന്, സമവായത്തിന് ചർച്ചകൾ നടക്കുന്നുണ്ടോ? സമവായത്തിനുള്ള ശ്രമങ്ങൾ തഹസീൽദാരുടെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇത് കോടതി വിധിയാണ്. വിധി നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് തഹസീൽദാരും അതുപോലെ തന്നെ പോലീസും ഇവിടെ എത്തിയത് എന്നുള്ളത് വിശ്വാസികളെ ധരിപ്പിച്ചു. പക്ഷേ വിശ്വാസികൾ പറയുന്നത് അവർ പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന പള്ളിയാണ്, പള്ളിയിൽ നിന്ന് പള്ളി വിട്ടുകൊടുക്കില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. നീതി നിഷേധമാണ് വിശ്വാസികളോട് നടത്തുന്നത് എന്നുള്ളതാണ് വിശ്വാസികളുടെ പക്ഷമായി പറയുന്നത്. പക്ഷേ പോലീസും തഹസീൽദാരും നേരത്തെ സുപ്രീം കോടതി വിധിയും അതിന് പിന്നാലെ ഇപ്പോൾ തൊട്ടടുത്തുണ്ടായ ഹൈക്കോടതി ഉത്തരവും വിശ്വാസികളെ ധരിപ്പിച്ചിരിക്കുന്നു. അതായത് ഇത്തരത്തിൽ പള്ളി വിട്ടുകൊടുക്കാതിരിക്കുന്നത്, പള്ളിയിൽ നിന്ന് പിന്മാറാതെ നിൽക്കുന്നത് കോടതി അലക്ഷ്യമാണ്. കോടതി വിധി നടപ്പാക്കേണ്ടതുണ്ട്, നടപ്പാക്കി കോടതിയെ തന്നെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം പോലീസും അതുപോലെ തന്നെ തഹസീൽദാരും വിശ്വാസികളെ അറിയിച്ചിട്ടുണ്ട്. ഗേറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് ഇന്നലെ രാത്രി മുതൽ വിശ്വാസികൾ, യാക്കോബായ വിശ്വാസികൾ നടത്തി വരുന്നത്. പക്ഷേ ഓർത്തഡോക്സ് വിഭാഗം പള്ളിയിലേക്ക് എത്തിയിട്ടില്ല. കാരണം നേരത്തെ തന്നെ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. പോലീസും സർക്കാരും ഈ തരത്തിൽ കോടതി വിധി നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ഓർത്തഡോക്സ് വിഭാഗം അവിടെ സംഘർഷമുണ്ടാകുന്ന സാഹചര്യത്തിൽ അങ്ങോട്ട് പോവരുത് എന്നുള്ള നിർദ്ദേശമുണ്ടായിരുന്നു. ഈ വിധി നടപ്പാക്കി നിങ്ങളെ പള്ളി ഏൽപ്പിക്കും, ആ രീതിയിലായിരിക്കും, അതിനുശേഷമായിരിക്കണം നിങ്ങൾ പള്ളിയിലേക്ക് പോകേണ്ടെന്ന നിർദ്ദേശം ഓർത്തഡോക്സ് വിഭാഗത്തിന് നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്തിയിട്ടില്ല. പക്ഷേ യാക്കോബായ വിശ്വാസികൾ ഇന്നലെ രാത്രി മുതൽ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അടുത്ത തിങ്കളാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ സർക്കാരിനൊരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചേ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ തവണ കോടതി കേസെടുത്തപ്പോൾ വലിയ രൂക്ഷമായ വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ ഒരു വിധി നടപ്പാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള തരത്തിൽ കരുതേണ്ടി വരുമെന്നുള്ള വിമർശനവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ തരത്തിലാണ് ഈ കേസ് നിലനിൽക്കുന്ന 6ഓളം പള്ളികളിലാണ് അടിയന്തരമായി കോടതി വിധി നടപ്പാക്കാൻ ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതിൽ പുളിന്താനം പള്ളിയിൽ കോടതി വിധി നടപ്പാക്കി റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പക്ഷേ വിശ്വാസികൾ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ശക്തമായ പ്രതിഷേധവും ആണ് ഉയർത്തുന്നത്. പ്രതിരോധം തീർത്തുകൊണ്ട് ഗേറ്റിന് മുന്നിൽ കുട്ടികളും അതുപോലെ തന്നെ സ്ത്രീകളും അടക്കം നിരത്തിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. യാക്കോബായ സഭയുടെ പ്രധാനപ്പെട്ട വൈദികരും അതുപോലെ തന്നെ സഭയുടെ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ ഈ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ പ്രതികരണം പള്ളിയിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അനുരഞ്ജന ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. നേരത്തെ ഹൈക്കോടതി ഒരു നിർദ്ദേശം നൽകിയിരുന്നു. കുട്ടികളും സ്ത്രീകളും ഉള്ളതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലും ബലം പ്രയോഗിച്ച് പള്ളിയിൽ കയറരുത്, അവരോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കോടതി വിധി നടപ്പാക്കേണ്ട ഉദ്ദേശമെല്ലാം മനസ്സിലാക്കി വേണം പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത്, അല്ലാതെ ബലപ്രയോഗത്തിലൂടെ വേണ്ട എന്നുള്ളത് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ബലപ്രയോഗം ഇന്നും ഉണ്ടാവില്ല. പക്ഷേ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ യാക്കോബായ
പള്ളിയുടെ പരിസരത്ത് നിന്നാണ്. ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കാൻ അവിടെ സർക്കാർ ഉദ്യോഗസ്ഥരെത്തി. അവരെ പക്ഷേ ആ ഉത്തരവ് നടപ്പാക്കാൻ അനുവദിച്ചിട്ടില്ല. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിക്ക് മുന്നിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുകയാണ്. തഹസിൽദാർ വിശ്വാസികളുമായി സംസാരിക്കുന്നുണ്ട്. അനുരഞ്ജനത്തിലൂടെ പള്ളി ഏറ്റെടുക്കാൻ കഴിയുമോ എന്നാണ് അവിടെ ജില്ലാ ഭരണകൂടമൊക്കെ ഇപ്പോൾ പരിശോധിക്കുന്നത്. എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയർ MK വർഗീസും സുരേഷ് ഗോപിയും. ജനം സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് വലിയ പ്രതീക്ഷയോടെയാണെന്നും വലിയ സംരംഭങ്ങൾ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടെന്നും MK വർഗീസ് പറഞ്ഞു. അതേസമയം രാഷ്ട്രീയം മറന്ന് വികസനം കൊണ്ടുവരാൻ ശ്രമിച്ച വ്യക്തിയാണ് മേയർ. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നവർക്ക് ജനം മറുപടി നൽകണമെന്നും സുരേഷ് ഗോപിയും പ്രതികരിച്ചു. ആ പ്രതികരണങ്ങളിലേക്ക് ആദ്യം. ബഹുമാനപ്പെട്ട മേയർ അധ്യക്ഷത വഹിക്കുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും വേറെയാണ്. അതിന് ഞാൻ ബഹുമാനിക്കുന്നുമുണ്ട്. പക്ഷേ ആ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തിരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. ആരും അതിന് എതിര് നിൽക്കില്ല. എതിര് നിൽക്കുന്നവർ ആരാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അവരെ നിങ്ങൾ കൈകാര്യം ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ കേരളത്തിന് യോജിച്ച തരത്തിലുള്ള തൃശ്ശൂരിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് വലിയ പ്രതീക്ഷയുള്ള ഒരാളാണ്. വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും. ജനം പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ച് വിട്ടിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു തെളിവായി അദ്ദേഹം ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. സൂരജ് സജി വിവരങ്ങൾ നൽകും തൃശ്ശൂരിൽ നിന്നും. സൂരജ്, തെരഞ്ഞെടുപ്പിന് മുമ്പ് മേയർ സുരേഷ് ഗോപി കൂടിക്കാഴ്ച, ആ സമയത്ത് മേയർ നടത്തിയ പരാമർശമൊക്കെ വലിയ വിവാദമായി. തെരഞ്ഞെടുപ്പിന് ശേഷം, ഫലപ്രഖ്യാപനത്തിന് ശേഷം തോൽവിക്കുള്ള കാരണമായി ഇടതുമുന്നണിയിൽ ചില കക്ഷികൾ, പ്രത്യേകിച്ച് CPI മുന്നോട്ട് വെച്ചതിൽ ഒന്ന് ഈ മേയറുടെ ഇടപെടലായിരുന്നു. മേയറെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നതടക്കം CPI ജില്ലാ നേതൃത്വം അത്തരം ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. ഇതാ മേയർ അത് തിരുത്തുന്നില്ല എന്ന് തന്നെയല്ല, നേരത്തെ സുരേഷ് ഗോപിയെ പ്രശംസിച്ചതിന് തുല്യമായി കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്നു. എന്താണ് ഇന്ന് സംഭവിച്ചത് അവിടെ? വിജയകുമാർ, ഈ മേയർ സുരേഷ് ഗോപി സൗഹൃദത്തെ സംബന്ധിച്ച് CPI തന്നെ വലിയ രീതിയിലുള്ള പരസ്യ വിമർശനം ഉയർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പോലും ഇത് ഇടയാക്കിയെന്ന് പറഞ്ഞിരുന്നു. അതിനിടയിലാണ് ഇന്ന് നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു പരിപാടിയിൽ ഇരുവരും ഒന്നിച്ച് പങ്കെടുക്കുന്നത്. അവിടെ വെച്ചാണ് രണ്ടുപേരും പരസ്പരം പുകഴ്ത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സുരേഷ് ഗോപി ഒട്ടേറെ വികസന പദ്ധതികൾ മനസ്സിലുള്ള ആളാണെന്നും അത് നടപ്പാക്കാൻ തികഞ്ഞ ആത്മവിശ്വാസമുണ്ട് എന്ന തരത്തിലുമായിരുന്നു മേയറുടെ പ്രതികരണം. തൊട്ടു പിന്നാലെ മേയറോട് ബഹുമാനവും ആദരവുമാണ് എന്ന തരത്തിൽ പരസ്യമായി മേയറെയും സുരേഷ് ഗോപി പുകഴ്ത്തി. എന്നാൽ ഡെപ്യൂട്ടി മേയർ RL റോസി ആകട്ടെ ഈ വേദിയിലുണ്ടായിരുന്ന എല്ലാവരെയും പേരെടുത്ത് പറഞ്ഞപ്പോൾ മേയറുടെ പേര് ബോധപൂർവ്വം ക്ഷമിക്കണം, സുരേഷ് ഗോപിയുടെ പേര് ബോധപൂർവ്വം ഒഴിവാക്കുകയും സുരേഷ് ഗോപിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വിജയകുമാർ, യെസ്, സൂരജ് ഇപ്പോഴും ആ പരിപാടിയിൽ മേയറും സുരേഷ് ഗോപിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഇരിക്കുകയാണ്. ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നവർക്ക് ജനം മറുപടി നൽകണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ആ പരിപാടി തുടരുകയാണ്. സൂരജ് സജിയാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി MP ആയി സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടു. കോട്ടയം കൈപ്പുഴ സ്വദേശിയാണ് സോജൻ ജോസഫ്. സോജന്റെ വീട്ടിൽ നിന്ന് ടോബി ജോൺസൺ ഇപ്പോൾ ചേരുന്നു വിവരങ്ങളുമായി. ടോബി, കൈപ്പുഴയിലെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഒരു ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് ഒരു മലയാളി എത്തുന്നു. വലിയ സന്തോഷം എല്ലാവർക്കും ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ ബ്രിട്ടനിൽ ജയിച്ച ഒരു പ്രതിനിധിയുടെ വീട്ടിൽ നിന്നാണ് ടോബി ചേരുന്നത്. അവിടെ ആരൊക്കെയുണ്ട്? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ടോബി? വിജയകുമാർ, തീർച്ചയായിട്ടും വലിയ സന്തോഷം തന്നെയുണ്ട് ഈ ഒരു വീട്ടിൽ എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. കൈപ്പുഴയിലെ ഈ ചാമക്കാല വീട്ടിൽ അച്ഛനുണ്ട്, അതുപോലെ തന്നെ സഹോദരിമാരുണ്ട്. അവരെല്ലാവരും ഇവിടെ നിൽപ്പുണ്ട്. ഇതിനോടകം തന്നെ മധുരമൊക്കെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അച്ഛനോട്, ജോസഫിനോട് തന്നെ, ചേട്ടാ എത്രത്തോളം സന്തോഷമുണ്ട്? വളരെ സന്തോഷം, അങ്ങേയറ്റം സന്തോഷം, 100% സന്തോഷം. ഇംഗ്ലണ്ടിൽ പോയി ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ പോയി ബ്രിട്ടനിൽ പോയി വിജയം പ്രതീക്ഷിച്ചിരുന്നു? പ്രതീക്ഷിച്ചു. ഇവിടുന്ന് അവിടെ ചെന്ന് രാഷ്ട്രീയത്തിലൊക്കെ പോകുന്ന കാരണം പിന്നെ കഴിഞ്ഞ മാസം വന്നപ്പോൾ പറഞ്ഞു അങ്ങനെ പിന്നെ ഓർഡറിന് നിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ നന്നായി വരട്ടെ, നീ ദൈവം വരട്ടെ പറഞ്ഞു. മധുരമൊക്കെ എല്ലാവർക്കും കൊടുത്തു. ഇവിടെ വന്നപ്പോൾ മുഴുവൻ ആൾക്കാർക്ക് കൊടുത്തു.
എന്തായാലും വലിയൊരു ചരിത്ര വിജയം തന്നെയാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരു വലിയ വിജയം തന്നെയാണ്. അതിന്റെ ഒരു സന്തോഷം ഇവിടെയുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ പെങ്ങൾമാരും അതുപോലെ തന്നെ ഇവരുടെ സഹോദരങ്ങളും എല്ലാം ഉണ്ട്. ചേച്ചി, എങ്ങനെയുണ്ട്? സന്തോഷമുണ്ടോ? ഒത്തിരി സന്തോഷമുണ്ട്. വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നേ. പുള്ളിക്ക് ഒത്തിരി സന്തോഷമാണെന്ന്. എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് ഞാൻ വിജയിച്ചെന്ന് ഞങ്ങൾക്ക് ഒരു അഭിമാനത്തോടു കൂടി പറയാം. ഞങ്ങളുടെ ഒരു സഹോദരൻ ഒരു പാർലമെന്റിൽ ഒരു MP ആയെന്ന് പറയുമ്പോൾ ഒരു പ്രൗഡായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടുകാർക്ക്, ഞങ്ങളുടെ സ്വന്തക്കാർക്ക് എല്ലാവർക്കും. എത്ര വർഷമായി ഇവിടുന്ന്? 21 വർഷമായി. രാഷ്ട്രീയത്തിലൊക്കെ ഇറങ്ങുന്ന രാഷ്ട്രീയത്തിൽ അവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ജോലിക്ക് ചെന്നതിന് ശേഷം കുറേയൊക്കെ രാഷ്ട്രീയമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു. മികച്ച വിജയമായിട്ട് കാണുന്നു. യെസ്, ബ്രിട്ടന്റെ ചരിത്രത്തിലെ ആദ്യ മലയാളി MP ആണ് സോജൻ ജോസഫ്. ലേബർ പാർട്ടിയുടെ പ്രതിനിധിയായാണ് സോജൻ ജോസഫ് തെരഞ്ഞെടുക്കപ്പെട്ടത്. കോട്ടയം ജില്ലയിലെ കൈപ്പുഴ എന്ന ഗ്രാമത്തിലാണ് സോജന്റെ കുടുംബാംഗങ്ങളാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്ന്. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു.